എന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ പൊതു ആരോഗ്യ മേഖലയ്ക്കെതിരെ ഇതുപോലുള്ള ഒരു ആക്രമണം നടക്കുന്നത്? എന്താ കാരണം? ഈ സ്വകാര്യ മൂലധന ഓഹരി കമ്പനികൾക്ക് നിയന്ത്രണമുള്ള ആശുപത്രി ശൃംഖലയെ കാര്യക്ഷമമായി പ്രതിരോധിക്കുന്നത് നമ്മുടെ പൊതു ആരോഗ്യ രംഗമാണ്. മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്തതുപോലെ നമ്മുടെ ഗ്രാമീണ ഡിസ്പെൻസറി മുതലുള്ള താലൂക്ക് ആശുപത്രിയും മെഡിക്കൽ കോളേജൊക്കെ അത്ഭുതകരമായ രീതിയിൽ 50% രോഗികളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കാൻ വേണ്ടി മുമ്പിട്ടിറങ്ങാം. ഇപ്പൊ OPD എടുക്കുക. OPD എടുത്തു കഴിഞ്ഞാൽ പബ്ലിക് സെക്ടറിലെ OPD എന്ന് പറയുന്നത് 50%. എന്ന് പറഞ്ഞാൽ 100 പേരിൽ 50 പേര് പൊതു ആരോഗ്യ രംഗത്തെയാണ് OPDക്കായി ആശ്രയിക്കുന്നത്. ഈ പ്രൈവറ്റ് രംഗം ഇത്രയും തഴച്ചു വളർന്നിട്ടും അത് 50% എത്തിയിട്ടില്ല. ഇനി നമ്മുടെ സഹകരണ മേഖലയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഈ 50% എന്ന് പറയുന്നത് കുറച്ചും കൂടി അധികമായിരിക്കും. ഇനി OPD ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ മറ്റു മേഖല നോക്കിക്കഴിഞ്ഞാൽ അവിടെയും യഥാർത്ഥത്തിൽ പൊതുമേഖലയാണ് ഒന്ന് കടപിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ പൊതു ആരോഗ്യത്തെ തകർത്താൽ മാത്രമേ ഒരു രോഗിയെ ഒരു ലാഭ ഘടകമായി കാണുന്ന PEയുടെ സാമ്പത്തിക ശാസ്ത്രം വിജയിക്കുകയുള്ളൂ. അപ്പോൾ ആർക്കു വേണ്ടിയാണ് നമ്മുടെ ഈ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ പമ്പരം കണക്കിന് പരമ്പരകൾ തീർക്കുന്നത് എന്നുള്ള കാര്യം നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കണം. നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിയെ പോലെ കാത്തു സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗമാണ് പൊതു ആരോഗ്യ രംഗം. അതിൽ പ്രശ്നങ്ങളുണ്ടാകാം, പ്രതിസന്ധികളുണ്ടാകാം. പക്ഷേ അവയൊക്കെ അതിജീവിക്കണം, അവയ്ക്കൊക്കെ പരിഹാരം കാണണം. പക്ഷേ അടച്ചാക്ഷേപിച്ച് ഈ സ്വകാര്യ മൂലധനത്തിന്റെ പിടിയിൽ അകപ്പെട്ട ആശുപത്രികളിലേക്ക് രോഗികളെ ആട്ടിപ്പായിക്കാനുള്ള കുതന്ത്രവും ഗൂഢതന്ത്രവും തിരിച്ചറിയേണ്ട ഒരു ബാധ്യത നമ്മുടെ പ്രേക്ഷകർക്കുണ്ട്, നമ്മുടെ വായനക്കാർക്കുണ്ട്.